വളരെ പ്രൗഢഗംഭീരമായ പ്രഭാഷണമാണ് നമ്മുടെ അതിഥി നടത്തിയത്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ സംക്ഷിപ്തം അടുത്ത വരുന്ന വിഷയാവതരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നതാണ്. നമ്മുടെ രാവിലെ മുതൽ ആരംഭിച്ച ക്യാമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഠന സെഷനുകളിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു അപ്രഖ്യാപിതമായ ഒരു റിലാക്സേഷൻ കിട്ടിയ ഒരു ഭാവത്തിലാണ് പല പ്രതിനിധികളുള്ളത്. എല്ലാവരും പെട്ടെന്ന് കയറിയിരിക്കണം. മുഴുവൻ പ്രതിനിധികളും പെട്ടെന്ന് പന്തലിലേക്ക് തന്നെ തിരിച്ചു വരിക. ഇപ്പോൾ മറ്റു കൗണ്ടറുകളിലും പുറത്തുമായി നിൽക്കുന്ന മുഴുവൻ പ്രതിനിധികളും എത്രയും പെട്ടെന്ന് പന്തലിനകത്തേക്ക് കയറിയിരിക്കുക. നമ്മുടെ ഈ പഠന ക്യാമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെഷനുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നേരത്തെ നിങ്ങളിരുന്ന ഇരിപ്പിടങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരിക. ഒരു ചെറിയ റിലാക്സേഷൻ യഥാർത്ഥത്തിൽ ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവർക്കും. നമ്മുടെ പരിപാലകനായ രക്ഷിതാവിനെ സംബന്ധിച്ച് വ്യത്യസ്ത വശങ്ങളിലൂടെയും വിഷയങ്ങളിലൂടെയും അറിയാനും പഠിക്കാനുമുള്ള താല്പര്യപൂർവ്വമുള്ള ഒത്തുകൂടലിൽ പടച്ചതമ്പുരാൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അച്ചടക്കപൂർണമായി നമ്മൾ ഈ സദസ്സിൽ പങ്കെടുക്കുകയാണ്. ഇവിടെ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായി നമ്മൾ പാലിച്ചു മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ഫലപ്രദമായി നമ്മുടെ ഈ സമയവിനിയോഗം നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുകയുള്ളൂ. നമുക്ക് മറ്റുള്ള ലഞ്ച് ബ്രേക്കും അതുമായി ബന്ധപ്പെട്ട മറ്റു നിർദ്ദേശങ്ങളുമൊക്കെ സമയത്ത് കൃത്യമായി നമസ്കാരത്തിനും ഭക്ഷണത്തിനുമൊക്കെ ഉള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി ലഭിക്കും. ആ വിഷയത്തിൽ ആരും ആശങ്കപ്പെടേണ്ടതില്ല. കുറച്ച് പേർ കൂടി അവിടെ നിൽക്കുന്നുണ്ട്. അവരൊന്നങ്ങോട്ട് വളരെ പെട്ടെന്ന് മറ്റുള്ള ഇടവേളകളിൽ നിങ്ങൾക്ക് അത്തരം അവസരങ്ങൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ പുറത്തു നിൽക്കുന്ന മുഴുവൻ ആളുകളും നിർബന്ധമായി, പുറത്തു നിൽക്കുന്ന മുഴുവൻ പ്രതിനിധികളും നിർബന്ധമായി പന്തലിനകത്ത് കയറിയിരിക്കേണ്ടതാണ്. അടുത്ത പഠന സെഷനിലേക്ക് പ്രവേശിക്കുന്നു. ഈ പഠന സെഷന് നേതൃത്വം കൊടുക്കുന്നത് കേരള നദവത്തുൽ മുജാഹിദീൻ സംസ്ഥാന സെക്രട്ടറി ബഹുമാന്യ പണ്ഡിതൻ എം അബ്ദുറഹ്മാൻ സലഫിയാണ്. നമ്മുടെ രക്ഷിതാവായ അള്ളാഹുവിനെ അവൻ്റെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുവാനും അറിയുവാനും പഠിക്കുവാനും അവനിലുള്ള നമ്മുടെ വിശ്വാസം ദൃഢീകരിക്കുവാനുമുള്ള ഒരു സെഷൻ, അള്ളാഹുവിനെ അറിയുക എന്ന വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാന്യ പണ്ഡിതൻ എം അബ്ദുറഹ്മാൻ സലഫി അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സംഘടന നേതാക്കളെ, വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നമ്മുടെ വിശിഷ്ടാതിഥി ഷെയ്ഖ് സുലൈമാൻ ഇബ്രാഹിം അൽ മസൂദ് തൻ്റെ പ്രഭാഷണത്തിൽ വ്യക്തമാക്കിയ അടിസ്ഥാനപരമായ കാര്യങ്ങളുടെ സംക്ഷിപ്തം പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആദ്യമേ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. മുസ്ലിം കമ്മ്യൂണിറ്റി നിങ്ങൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം തീർച്ചയായും അനിവാര്യമായും തേടുന്നുണ്ട്. മഹാനായ ഇമാം ഷാഫിഈ പറഞ്ഞു, വിജ്ഞാനത്തിൻ്റെ 1/3 നമുക്ക് നഷ്ടമായിരിക്കുന്നു. അത്
ജൂത ക്രൈസ്തവ സമുദായങ്ങളാണ് കൈയടക്കി വച്ചിരിക്കുന്നത്. അഥവാ ആ കാലഘട്ടത്തിൽ വൈദ്യശാസ്ത്രം അവരായിരുന്നു കൂടുതൽ പ്രാവീണ്യം നേടിയിരുന്നത്. എന്നാൽ രണ്ട് തരത്തിലുള്ള ഭിഷഗ്വരന്മാരുണ്ട്. ഒന്ന് മനസ്സിന് ചികിത്സ നൽകുന്നവർ, രണ്ടാമത്തേത് മനുഷ്യ ശരീരത്തിന് ആവശ്യമായ ചികിത്സ നൽകുന്നവർ. ദൈവികമായ വിജ്ഞാനം ജനങ്ങൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അവരെ മാനസികമായി ശുദ്ധീകരിച്ച് സംസ്കരിച്ചുകൊണ്ട് മനസ്സിനെ ചികിത്സിക്കുന്ന പ്രവാചകന്മാരും മതാധ്യാപകന്മാരുമാണ് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തേത് മനുഷ്യന് അനുഭവപ്പെടുന്ന രോഗങ്ങളിൽ നിന്ന് അവർക്ക് ആശ്വാസം പകരുന്ന, നിങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന വിജ്ഞാനം വൈദ്യശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ചികിത്സിക്കുന്നവരാണ്. ആരായിരുന്നാലും ശരി, ഏതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളവും 4 തരത്തിലുള്ള അറിവുകൾ, 4 കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അറിവുകൾ നിർബന്ധമാണ്. അതിലൊന്നാമത്തേത് വിജ്ഞാനം നേടുക എന്നതാണ്. എന്ത് വിജ്ഞാനമാണ് നിർബന്ധമായി നേടിയെടുക്കേണ്ടത്? 1 അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ്, 2 അള്ളാഹുവിൻ്റെ ദൂതനെ സംബന്ധിച്ചുള്ള അറിവ്, 3 അള്ളാഹുവിൻ്റെ മതത്തെ സംബന്ധിച്ചുള്ള അറിവ്. രണ്ടാമത്തെ കാര്യം, അറിവ് മാത്രം പോരാ, അറിവനുസരിച്ച് പ്രവർത്തിക്കണം. അതാണ് രണ്ടാമതായി മനസ്സിലാക്കിയിരിക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം, ഒരാൾ അറിയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ പോരാ. അറിവില്ലാത്ത, അറിവനുസരിച്ച് പ്രവർത്തിക്കാത്ത ആളുകൾക്ക് താൻ പഠിച്ചു മനസ്സിലാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അറിവ് പകർന്നു കൊടുക്കണം, അഥവാ പ്രബോധനം ചെയ്യണം എന്നതാണ്. നാലാമത്തെ കാര്യം, ഒരറിവ് നേടിയെടുത്ത് അതനുസരിച്ച് പ്രവർത്തിക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുമ്പോൾ വിഷമങ്ങളുണ്ടാവും, ആട്ടും തുപ്പും ലഭിക്കും, പ്രയാസങ്ങളുണ്ടാകും. ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തരണം ചെയ്തുകൊണ്ട് കഴിഞ്ഞുകൂടുക എന്നതാണ് നാലാമത്തെ കാര്യം. ഈ 4 മസ്അലകൾ, 4 പ്രശ്നങ്ങൾ അവ കൃത്യമായി മനസ്സിലാക്കി പഠിക്കേണ്ടതാണ്. ഇതിൽ ഒന്നാമതായി സൂചിപ്പിച്ച അള്ളാഹുവിനെ അറിയുക എന്നതാണ് യഥാർത്ഥത്തിൽ ഈ സെഷനിൽ പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്നത്. അത് ഞാൻ അവസാനം സൂചിപ്പിക്കാം. ശൈഖ് അവറുകൾ സൂചിപ്പിച്ചതിലെ അവസാനത്തെ കാര്യം, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, അള്ളാഹു അവന്റെ ദൂതനെ നിയോഗിച്ചത് ഹുദയുമായും ദീനുൽ ഹഖുമായിട്ടുമാണ്. എന്താണ് ഈ ഹുദ? ഹുദ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഇൽമുൻ നാഫിഅ, പ്രയോജനപ്രദമായ അറിവാണ്. അള്ളാഹു തൻ്റെ ദൂതനെ നിയോഗിച്ചത് പ്രയോജനപ്രദമായ അറിവുമായിട്ടാണ് എന്നതാണ്. വദീനിൽ ഹഖ്, എന്നാൽ ആ പ്രയോജനപ്രദമായ അറിവ് അനുസരിച്ചുള്ള പ്രവർത്തനം, അതാണ് ഹക്കായ ദീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൽ അമലു സാലിഹ്, സൽക്കർമ്മങ്ങൾ, ദീൻ അനുസരിച്ച് ശരിയായ പഠിച്ചു മനസ്സിലാക്കിയ ആ വിജ്ഞാനം അനുസരിച്ചുള്ള പ്രവർത്തനം, ആ ഹുദയും ദീനുൽ ഹഖും, ഇത് രണ്ടുമാണ് പ്രവാചകൻ. അറിവും അറിവനുസരിച്ചുള്ള ജീവിതവും, ഇത് രണ്ടുമാണ് അവിടുന്ന് പ്രദാനം ചെയ്തിട്ടുള്ളത്. പൂർവ്വ സമുദായങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള വ്യതിയാനങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഖുർആൻ പറഞ്ഞത്, ജൂത സമുദായം മസലുല്ലദീന ഹുമ്മിലു തൗറാത സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. വേദഗ്രന്ഥം അഥവാ തൗറാത്ത് നൽകപ്പെടുകയും ആ തൗറാത്ത് പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാത്ത ആളുകൾ ഏതുപോലെയാണ്? അവർ ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ പോലെയാണ്. ഗ്രന്ഥം പേറി നടക്കുകയല്ലാതെ ആ ഗ്രന്ഥത്തിൽ എന്തെന്നവർക്കറിയാൻ കഴിയുന്നില്ല. ആ ഗ്രന്ഥത്തിലുള്ളത് അവർക്ക് മനസ്സിലാക്കാനോ ഉപകാരപ്പെടുത്താനോ കഴിയുന്നില്ല. ഈ അവസ്ഥ 2 കാലിൽ നടക്കുന്ന ബുദ്ധിയുള്ള മനുഷ്യൻ ഗ്രന്ഥം പേറുന്ന കഴുതയെപ്പോലെ ആവാൻ പാടില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലുള്ള ഓരോരുത്തരും ഏതു തരം വിജ്ഞാനം നേടുന്നവനാണെങ്കിലും, ഒരാൾ എഞ്ചിനീയർ ആവട്ടെ, അതേപോലെ ഡോക്ടർ ആവട്ടെ, മറ്റു വല്ല IAS-കാരനോ IPS-കാരനോ ആവട്ടെ, വേറെ മേഖലകളിൽ പ്രവർത്തിക്കുന്നവനാവട്ടെ, ഏതു തരത്തിലുള്ള അറിവ് നേടിയാലും നിർബന്ധമായ മതപരമായ ജ്ഞാനം അനിവാര്യമാണ്. അത് നേടിയാൽ പോരാ, അതനുസരിച്ച് പ്രവർത്തിക്കണം. അതനുസരിച്ച് പ്രവർത്തിച്ചാൽ പോരാ, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. അത് പകർന്നു കൊടുക്കുമ്പോൾ അനുഭവപ്പെടുന്ന പ്രയാസങ്ങൾ തരണം ചെയ്യണം, ക്ഷമിക്കണം. ഈ നിർദ്ദേശമാണ് വിശുദ്ധ ഖുർആൻ നൽകുന്നത്. അതുകൊണ്ട്